നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് എപ്പിഡോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഓപ്പൺ തിയേറ്ററിലാണ്. പണ്ട് കാലത്ത് വലിയ വലിയ പെർഫോമൻസുകളൊക്കെ നടത്താനായിട്ട് ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്ന ഒരു ഓപ്പൺ എയർ തിയേറ്ററിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തിയേറ്ററിൽ എവിടെ ഇരുന്നാലും നമുക്കത് പ്രോപ്പറായിട്ട് കേൾക്കാൻ കഴിയും. നിങ്ങൾ നോക്കിയത് അപ്പോൾ ഈ എപ്പിഡോറസ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏതൻസിൽ നിന്ന് ഏകദേശം ഒരു 140 കിലോമീറ്ററാണ്. 140 കിലോമീറ്റർ സൗത്ത് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏതൻസിൽ നിന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൻസിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. 1.5 മണിക്കൂറോളം സൗത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലേ ഇവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഈ തിയേറ്റർ ഇവരുണ്ടാക്കിയത് BC 340-നും 330-നും ഇടയിലുള്ള ഒരു സമയത്താണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഏകദേശം 13,000 തൊട്ട് 14,000 പേർക്ക് വരെ ഒരേ സമയത്ത് ഇതിനകത്ത് ഇരുന്ന് ഇവരുടെ പെർഫോമൻസ് കാണാനായിട്ട് സാധിക്കും. പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നാടകങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ പാട്ടുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള സ്റ്റേജ് പെർഫോമൻസുകൾ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഗ്രീക്കുകാരുടെ സവിശേഷമായിട്ടുള്ള ചില പാട്ടുകളും പെർഫോമൻസുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ തിയേറ്ററിൻ്റെ ശബ്ദ നിയന്ത്രണം അല്ലെങ്കിൽ ശബ്ദ സംവിധാനം അതിഗംഭീരമാണ്. ഇതിൻ്റെ പെർഫോം ചെയ്യാനുള്ള അതായത് ഈ സ്റ്റേജിൻ്റെ നടുഭാഗത്ത് വന്ന് നിന്നിട്ട് ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ 13,000-14,000 പേർക്കും ഒരേ സമയത്ത് അത് കേൾക്കുവാനായിട്ട് സാധിക്കും. അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ ശബ്ദ നിയന്ത്രണം ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളാണെങ്കിലും ശരി, ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഈ ആർക്കിടെക്ചർ സ്റ്റൈലാണെങ്കിലും ശരി, അതിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ തിയേറ്ററിലിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഇതിൻ്റെ സൗണ്ടിൻ്റെ എഫക്റ്റ് കിട്ടുവാനായിട്ട് സാധിക്കും. ഇപ്പോഴും ഇതിൻ്റെ നടുവിൽ നിന്നിട്ട് നമ്മൾ കൈ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാ ഭാഗത്തേക്കും കേൾക്കുവാനായിട്ട് സാധിക്കും. അവിടെ താഴെ നിന്നിട്ട് ചെറുതായിട്ടൊന്ന് സംസാരിച്ചാൽ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്ക് വരെ കേൾക്കുവാനായിട്ട് സാധിക്കും. ഇതും ഇപ്പോഴും ഏറ്റവും വെൽ പ്രിസർവ്ഡ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഗ്രീസിലെ ഒരു പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് ഈ എപ്പിഡോറസ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സംഭവമാണ്. ഏതായാലും ഇപ്പോൾ നിങ്ങൾ ഗ്രീസിൽ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പിഡോറസ് ടെമ്പിൾ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ചരിത്രം പഠിക്കുവാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് അറിയുവാനായിട്ടോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളി ഒരു സ്ഥലമാണ്. ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാടിന് നടുക്കൂടെയൊക്കെയാണ് വണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന മലകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് അടിപൊളി ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ എപ്പിഡോറസ് ടെമ്പിളിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും യാത്രകൾ തുടരാം, ഓർമ്മകളായി ഓർക്കാം. നന്ദി, നമസ്കാരം.